ഞാൻ താങ്കൾക്ക് വീണ്ടും വേദി വിട്ടു തന്നത് ഈ ഒരു ചോദ്യം ബി.ജെ.പി. പ്രതിനിധിയോട് ചോദിക്കാനാണ്. ഒരു മാസം സമയമുണ്ടായിട്ടും സംസ്ഥാന ഗവൺമെന്റ് തിരിച്ച് മുഹമ്മദ് റിയാസിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ചില്ല എന്ന പച്ച നുണ ബി.ജെ.പിയുടെ നേതാക്കന്മാർ ഇന്ന് ആവർത്തിക്കുന്നു. ഇന്ന് എന്താ ചോദിച്ചേ? മുഖ്യമന്ത്രിയെ വിളിച്ചു, മരുമോനെയും കുടുംബത്തെയും വിളിച്ചില്ല, അങ്ങനെ വിളിക്കേണ്ട സൗകര്യം ഞങ്ങൾക്ക് ഇല്ല എന്ന് ബി.ജെ.പിയുടെ വക്താക്കളടക്കം പ്രതികരിക്കുന്നത് താങ്കൾ കേട്ടല്ലോ. എന്നാൽ താങ്കൾ മനസ്സിലാക്കുക, ഒരു തരത്തിലുള്ള ഇൻവിറ്റേഷനും പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തത് നിതിൻ ഗഡ്കരി ഒരു കത്താണ്. ആ കത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം കേരളത്തിൽ നടക്കാൻ പോകുന്നു, അത് മാർച്ച് മാസം 6-ാം തീയതി എന്ന രൂപത്തിലാണ്. അതിനുശേഷം അത് മാർച്ച് 11-ലേക്ക് മാറി. അല്ലാതെ പ്രോഗ്രാം ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇൻവിറ്റേഷനുമായി ബന്ധപ്പെട്ടോ ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ അറ്റ് ഓൾ. ആകെ വന്നിരിക്കുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡയസ് പ്ലാൻ ആണ്. ആ ഡയസ് പ്ലാൻ വന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് ആധികാരികമായി പറയുന്നു. അല്ല, ഒരു കത്ത് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നാൽ ആ കത്ത് സ്വീകരിച്ച് കത്ത് കിട്ടി എന്നതിന്റെ മറുപടി കൊടുക്കും. ആ കത്ത് കിട്ടി എന്നുള്ള മറുപടിയും കൊടുത്തിരുന്നു. എന്നാൽ ഈ ഡയസ് പ്ലാൻ വന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ്. നോട്ട് ചെയ്യുക, ഇന്നലെ ഉച്ചയ്ക്ക്. ഒരു ഡയസ് പ്ലാൻ വന്നാൽ പിന്നെ അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഞാനിപ്പോ താങ്കൾക്ക് അയച്ചു തന്നത് ഒരു ലെറ്റർ അല്ലല്ലോ, അത് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം. അല്ല, താങ്കൾ കേൾക്കൂ, ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാം. ഇച്ചിരി വൈകി വന്നു എന്നതേ കുഴപ്പമുള്ളൂല്ലോ. ഞാനങ്ങ് അയച്ചു തന്നത് ഈ ഉദ്ഘാടനത്തിന്റെ ഫലകമാണ്. ഒന്ന് മഞ്ജുഷെ, ഒന്ന് ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഫലകത്തിൽ റൈറ്റ് സൈഡിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പേരിന് താഴെ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ, ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് എന്ന് കൃത്യമായി തന്നെ ഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. ഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരാൾ എന്തായാലും പ്രോഗ്രാമിന്റെ ഭാഗമായി വരേണ്ടേ? മുഹമ്മദ് റിയാസ് ഇതിൽ ഉൾപ്പെടുന്നത് എങ്ങനെയാ? ഈ സംസ്ഥാനത്തിന്റെ PWD മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ്.